കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 രൂപയിലധികമാണ് വില കൂടിയത്. എന്തിനാണ്? പെട്രോളിന്. പെട്രോളിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കാറ്റഗറിയിൽ കമ്മ്യൂട്ടർ ബൈക്കുകൾക്ക്, അതായത് കൂടുതൽ മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് പ്രിയമേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് TVS എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റൈഡർ എന്ന് പറയുന്ന മോഡലിനെയാണ്. TVS റൈഡർ എന്ന് പറയുന്ന മോഡൽ ഈ അടുത്താണ് വാഹന വിപണിയിലേക്ക് എത്തിയത്. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് TVS റൈഡർ എന്ന് പറയുന്ന മോഡൽ. റൈഡർ എന്നത് നല്ലൊരു പേരാണല്ലേ. അതുപോലെ തന്നെ TVS എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കാലമായിട്ട് വാഹന വിപണിയിലുള്ളൊരു മോഡലാണ്. TVSൻ്റെ ഒരു വലിയ പ്രത്യേകത ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞിട്ടാണെങ്കിലും നല്ല ഫീച്ചറുകൾ ഉൾപ്പെടുത്താൻ TVS എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്. റൈഡറിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ റൈഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് വാർത്തകളോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് വാഹന വിപണിയിലേക്ക് എത്തിയ ഒരു അടിപൊളി കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് പറയാം. പക്ഷേ കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് പറയുമ്പോഴും ഒരുപാട് സ്പോർട്ടി എലമെൻറ്റുകൾ ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു 125cc കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വാഹനമാണ്. ഡെയിലി ഉപയോഗത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല മൈലേജ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി. അതുപോലെ തന്നെ ലുക്ക് വൈസ് സൂപ്പർ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ് എന്ന് പറയാം. 4 കളറുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ, അതുപോലെ തന്നെ ബ്ലാക്ക്, പിന്നെ റെഡ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യെല്ലോ തുടങ്ങിയിട്ടുള്ള കളർ. അതുപോലെ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്, ഡിസ്കും ഡ്രമ്മും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ആനിമലിസ്റ്റിക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അതായത് എവിടേക്ക് ഒരു വണ്ടിൻ്റെ ഒക്കെ മുൻഭാഗം അല്ലെങ്കിൽ ഒരു തുമ്പിയുടെ മുൻഭാഗം എന്നൊക്കെ തോന്നുന്ന തരത്തിൽ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഈ കാണുന്നത്. ഈ ഒരു വെള്ള ഇത് ശരിക്കും DRL യൂണിറ്റാണ്. ശരിക്കും അത് ഇപ്പോൾ ഓഫാണ്. ഓണാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി DRL യൂണിറ്റ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ഉണ്ടോ, 3 ചേമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് റൈഡറിൻ്റെ ഒരു ലോഗോ കാണാം, R രസമുണ്ട്. അതുപോലെ തന്നെ TVSൻ്റെ ഒരു ലോഗോ കാണാം. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് വരും കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. കൊള്ളാം. ഇനി ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗ് കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന തീമിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താണെന്ന് പറയാം. അതുപോലെ ഇവിടെ മഡ്ഗാർഡ് കാണാം. ഇതാണ് ടയർ വരുന്നത്. 8/100 വരുന്ന ഒരു 17 ഇഞ്ച് ടയറാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ട്യൂബ്ലെസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 240 mm ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിലേക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. 130 mm ഒരു ഡിസ്ക് ബ്രേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നെ അതുപോലത്തെ ബ്രേക്കിനെ കുറിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. അതുപോലെ ഇവിടെ നമുക്ക് TVSൻ്റെ ഒരു ലോഗോ കാണാം. തൊട്ട് താഴെയായിട്ട് ഇവിടെ നമുക്ക് ഇൻഡലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ടെക്നോളജീൻ്റെ ഒരു ബാഡ്ജി കാണാം. അതായത് ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള എഞ്ചിൻ ഗാർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ TVSൻ്റെ എഞ്ചിൻ, TVSൻ്റെ ഒരു ബാഡ്ജിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 124.88cc സിംഗിൾ സിലിണ്ടർ 3 വോൾവ് എഞ്ചിനാണെന്ന് പറയാം. എയർ കൂൾഡ് എഞ്ചിനാണ്. അത് 11.38 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 11.2 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് പറയാം. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് കാല് വെക്കാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ നമ്മുടെ എക്സോസ് പൈപ്പും കാണാം. സൈലൻസർ അടിപൊളി. ഇതിൻ്റെ പ്രത്യേകിച്ച് സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് ആട്ടോ. സൗണ്ട് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ടയറും ഫ്രണ്ടിലത്തെ ടയറിനേക്കാൾ കുറച്ചുകൂടി സൈസ് വ്യത്യാസമാണ്. ഈസിലി മാനുവർ ചെയ്യാൻ പറ്റുന്ന, അതായത് ട്രാഫിക്കിനിടയിലൂടെ ഒക്കെ ഈസിലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, റൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടയർ യൂണിറ്റാണ് ഇതിനകത്ത് ക്രമീകരിച്ചുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. റൈഡ് ചെയ്യുന്ന സമയത്തും നല്ലൊരു ക്വാളിറ്റി വരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റോപ്പ് ലാമ്പ് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ട DRLൻ്റെ രസത്തിലുള്ളൊരു സംഭവം. ഇവിടെ നമുക്കൊരു പോർട്ട് കാണാം, അതായത് ചാവിയിലുള്ള. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാവിയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ സീറ്റിൻ്റെ അടിയിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നൈസ് അല്ലേ, അടിപൊളി. നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ചാവിയോടെ കൊടുത്തിട്ടുള്ളത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ്. അതിനകത്ത് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലൊക്കെ കൊടുത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. അതായത് 10 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയുള്ള ഭയങ്കര രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ അത്രയും വലുപ്പം ഈ ഒരു സീറ്റിലുണ്ടെന്ന് പറയാം. ഫ്യൂൽ ടാങ്ക് നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലൊക്കെ കൊടുത്ത് നൈസായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മൾ ഫ്യൂൽ അടിക്കാനുള്ള ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഹാൻഡിലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമ്മുടെ പാസ് ബട്ടൺസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ഹൈ ബീം, ലോ ബീം കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോണ്,
ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആക്സലറേഷൻ ഇവിടെ സാധാരണ കൊടുക്കാറുള്ള എഞ്ചിൻ കിൽ സ്വിച്ചാണ്. അതിന് പകരം ഇവിടെ കൊടുത്തുള്ള 2 ഡ്രൈവ് മോഡിൻ്റെ ബട്ടണാണ്. പവർ മോഡും എക്കോ മോഡും 2 ഡ്രൈവ് മോഡുകളുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കീ ഇടുന്ന സെറ്റപ്പ്. അപ്പോൾ തന്നെ ഇവിടെ ഒരു ഭാഗം കാണാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്കൊരു USB പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തില്ല. ഫുള്ളി ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതായത് ഒരു റിവേഴ്സ് LCD സിസ്റ്റത്തോട് കൂടി വന്നിട്ടുള്ള സെറ്റപ്പാണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ കീക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ ഒരു കമ്പ്യൂട്ടർ ബൈക്കിൻ്റെ കീ പോലെ ഒന്നുമില്ല, കുറച്ചുകൂടി അതിലും ഒരു സ്പോർട്ടിനെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു ഫ്യൂവൽ ടാങ്കൊക്കെ ഉണ്ടല്ലോ, ഒരു ഭയങ്കര സ്പോർട്ടിനെസ് ആണെന്ന് പറയാം. ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്നൊരു ഒറ്റ നോട്ടത്തിൽ ചിലപ്പം പറയാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ തന്നെ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഞാനൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം കേട്ടോ. അതിനകത്ത് നമ്മുടെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ പവർ മോഡ്, എക്കോ പവർ മോഡ്, അതുപോലെ തന്നെ മീറ്റർ, അതായത് കിലോമീറ്ററിൻ്റെ, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടി, ഓഡോമീറ്റർ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അടിക്കുന്നുണ്ട്. ഈ ഫിഗർ നോക്കണ്ട, ശരിക്കും ഇതിനകത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ 67 km/L എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് എഞ്ചിൻ കിൽ ഓപ്ഷനാണ്. അതായത് സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് വാഹനം ഓൺ ആവുക. അതായത് സ്റ്റാൻഡ് ഓൺ ആയി കഴിഞ്ഞാൽ വാഹനം ഓഫ് ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സിസ്റ്റം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും ഉണ്ടോ, ഹെൽമെറ്റ് വെക്കണം എന്നുള്ള ഒരു അലാറം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും നൈസ്, ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. അതിലിവിടെ നമുക്കൊരു TVSൻ്റെ ലോഗോയും കാണാം. ഇത് നമ്മുടെ മിറേഴ്സ്, 2 മിററും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇനി പറയേണ്ട ഒരു കാര്യം വെച്ചാൽ സീറ്റ് ഹൈറ്റ് 780 mm ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അങ്ങനെ സീറ്റ് ഹൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് താഴേക്ക് കാലുകൾ എത്താനും, അതുപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ പോലും കാല് കുത്തിയൊക്കെ ഡ്രൈവ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 180 mm ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അപ്പോൾ മോശമല്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ബാക്കിൽ വരുന്നത് ഒരു മോണോ ഷോക്ക് സസ്പെൻഷനാണ്. അത് അത്യാവശ്യം നല്ല ഒരു റൈഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷൻ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടെലസ്കോപ്പിക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് TVS റൈഡറിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സ്പെക്ക് റിലേറ്റഡ് ആയിട്ടും പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള വേറൊരു വാഹനം നമുക്ക് കാണാനുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് TVS ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, അതായത് ഏറ്റവും ബെസ്റ്റ് ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിൻ, ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ TVS റൈഡറിനകത്ത് TVS കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ISG എന്ന് പറയുന്ന ടെക്നോളജിയോട് കൂടി വന്നിട്ടുള്ള TVSൻ്റെ ആദ്യത്തെ ബൈക്കാണെന്ന് പറയും. അതായത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചോ. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദങ്ങളൊന്നുമില്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് എന്നുള്ളതാണ് ISG എന്ന് പറയുന്ന ടെക്നോളജിയുടെ പ്രത്യേകത. ഇനി അതിൻ്റെ റെവ് സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. കൊള്ളാം, നൈസായിട്ടുള്ളൊരു സൗണ്ട്. അതായത് നല്ല രസകരമായിട്ടുള്ളൊരു സൗണ്ടാണ്. പക്ഷേ എന്ന് കഴിഞ്ഞാൽ വലിയ കോലാഹലങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ LCD റിവേഴ്സ് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ന്യൂട്രാണ്, ഞാൻ ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ്, അങ്ങനെ 5 സ്പീഡ് വരെ ഉള്ള ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നതാണ്. ഇനി നമുക്കിതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. റൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അവളെ ഞാനൊരു റോട്ടിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ TVS റൈഡർ ഒന്ന് ഓടിച്ച് നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് മുതൽ പറയാമെന്നുള്ളതാണ്. കാരണം വെച്ചാൽ ആ ഒരു സൈലൻറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നല്ലൊരു രസകരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എടാ. അതായത് എക്സോസ്റ്റ് നോട്ട് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കേൾക്കാനില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് കെട്ടി കഴിഞ്ഞാൽ, അതായത് സ്റ്റാൻഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി. നൈസ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കേട്ടോ. അപ്പോൾ ട്രാഫിക്കിൽ എത്ര സമയത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രാഫിക്കിലൊക്കെ നിർത്തുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക് ഐഡിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതുവഴി, അതായത് ഇപ്പോൾ ഐഡിലായി നിൽക്കുന്ന സമയത്തും എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ഫ്യൂവലിനെ ലാഭിക്കാം എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസിയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു മൈലേജിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ഇപ്പോൾ നമ്മൾ സ്പീഡിലേക്ക് കൊണ്ടത് ഞാനിപ്പോൾ ഏകദേശം ഒരു 80 km/h വേഗതയിൽ അങ്ങനെ ഓടിക്കുന്ന സമയത്തൊന്നും നമുക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ഇല്ല. അതായത് നല്ല രസകരമായിട്ടുള്ള സൗണ്ടാണ്. ആ സൗണ്ട് കേട്ടോ, ഫോണിതാട്ടോ ആണോ, നല്ലൊരു സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു ഹൈലൈറ്റാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് മാനുവർ ചെയ്ത് കൊണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഹൈവേയിലൂടെയൊക്കെ നമുക്കിങ്ങനെ ഒരു ട്രാഫിക്കിലൊക്കെ കയറ്റി പോകാനും ഒക്കെ
നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ചില സമയത്തൊക്കെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ബ്ലോക്കായിട്ടുള്ള ട്രാഫിക്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ കയറി പോകാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി നമ്മൾ കയറി പോകണം. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ചില സമയത്ത് നല്ല ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക്, അതായത് ഇപ്പം റോട്ടിലൂടെയൊക്കെ ആളുകൾ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ഡേഞ്ചറാണ്, അത് ചെയ്യരുത്. ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ്. അപ്പം വീണ്ടും നമ്മൾ റൈഡറിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള റൈഡാട്ടോ. ആ കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല സ്പീഡിൽ മാനുവർ ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ലോലി റൺ ചെയ്യാനും നമുക്ക് പറ്റും. ഒരു ആവറേജ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 80-70 ആ ഒരു റേഞ്ചിൽ ഓടിക്കുന്ന ഒരാൾക്ക് നല്ല പറ്റിയ ഒരു ബൈക്കാണെന്ന് പറയാം. ഈ വാഹനം റൈഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളതാണ്. പിന്നെ അതുപോലെ തന്നെ പൊസിഷനും നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഉയരമുള്ള ഒരാൾക്കാണെങ്കിൽ പോലും എനിക്കാണെങ്കിൽ പോലും വലിയ മോശമല്ല. ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കാണെന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ഹാൻഡിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ നല്ല സ്മൂത്തായിട്ട് തോന്നി. അതുപോലെ തന്നെ നല്ല സീറ്റിംഗ് ആണ്, റക്സിനോട് കൂടി വന്നിട്ടുള്ള സീറ്റാണ്. 2 സസ്പെൻഷൻ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് ഇതുവരെ. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് ബ്രേക്കാണ്. അപ്പോൾ ഞാൻ ഒന്ന് സ്പീഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ബ്രേക്ക് ചെയ്യുമ്പോൾ അടിപൊളി ഒരു കോംബി ബ്രേക്കിൻ്റെ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ABS ഇല്ല, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഈ 2 ബ്രേക്കുകൾ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഡൻ ഇട്ട് കഴിഞ്ഞാലോ നല്ല സ്മൂത്തായിട്ട് വാഹനം സ്ലോ ആക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. അതും നൈസ്. അതുപോലെ തന്നെ ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് ഇപ്പോൾ ഏത് ഗിയറാണ് പോകുന്നത്, അത് ഡൗൺ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസിയാണ്. അതായത് ഇതിൻ്റെ മാനേജിങ് ഭയങ്കര ഈസിയാണെന്ന് പറയാം. പിന്നെ ഇവിടെ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൊള്ളാട്ടോ. മൊത്തത്തിൽ നല്ല ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ ഡിസൈൻ അത് അടിപൊളിയാണ്. രണ്ടാമതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് റൈഡ് നല്ല ക്വാളിറ്റിയാണ്, നല്ല ടോർക്കിയാണ്. വാഹനം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്പോർട്ടി ബൈക്കിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള അതും ഒരു നൈസായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഫീഡ്ബാക്ക്, ആക്സലറേഷനും നല്ല, ടോട്ടൽ റെസ്പോൺസൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രസമുള്ള എക്സോസ്റ്റ് നോട്ടാണ്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൈലേജ് 67 ഒരിക്കലും മോശമല്ലാത്ത ഒരു മൈലേജ് തന്നെയാണ്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 80 km/h വേഗതയിലൊക്കെ ഓടിക്കുന്ന ആൾക്ക്, ഇത്തരം ആളുകൾക്കൊക്കെ പറ്റിയ ഒരു വാഹനമായിട്ട് എനിക്ക് റൈഡറിനെ തോന്നി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം ക്വാളിറ്റി ഓഫ് റൈഡ് നല്ലോണം ഈ വാഹനത്തിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പീഡ് ഇപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തതെന്ന് പറഞ്ഞാൽ 105 ആണ്. 107 വരെ അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം 110 വരെയൊക്കെ പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ടോപ്പ് സ്പീഡിലേക്ക് വരുന്ന സമയത്ത്. പക്ഷേ 105 വരെ ഞാൻ ഈസി ആയിട്ട് കയറി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് പിന്നെ അതിക്ക് മുകളിലേക്ക് ഞാൻ കയറ്റാതിരുന്നത്. ഇനി നമുക്ക് 2 ഡ്രൈവ് മോഡുകളെ കുറിച്ച് കൂടി പറയാനുണ്ട്. ഒന്ന് എക്കോ, ഒന്ന് പവർ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എക്കോ ആണ്. ഇനി നമ്മൾ പവറിലേക്ക് ഇട്ട് കഴിഞ്ഞാലാണ് ടെക്നിക്കലി ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. പക്ഷേ എക്കോ മോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു RPM ലോക്ക് ഉണ്ട്. അതായത് 4th ഗിയറിൽ കിട്ടുന്ന RPM ആയിരിക്കില്ല 5th ഗിയറിൽ കിട്ടുക എന്നുള്ള ഒരു RPM ലോക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ്. എക്കോ മോഡിലേക്ക് വരുന്ന സമയത്ത് ഹയർ മൈലേജ് ആയിരിക്കും. കാരണം എല്ലാവർക്കും അറിയാം എക്കണോമി മോഡ് അതിനുള്ളത് തന്നെയാണ് മൈലേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പവർ മോഡിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസ് കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഈ 2 ഡ്രൈവ് മോഡുകളുടെ വ്യത്യാസം. പക്ഷേ അല്ലാതെ ടെക്നിക്കലോ അല്ലെങ്കിൽ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചുകളോ ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു എഞ്ചിൻ കില്ല് ഓപ്ഷൻ ഇല്ല, പകരം ആ ഒരു പൊസിഷനിലേക്ക് കൊടുത്തിരിക്കുന്ന 2 ഡ്രൈവ് മോഡുകളാണ്. ഇത് നമുക്ക് എഞ്ചിനെ കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഓപ്പൺ ചെയ്താൽ മതി. സ്റ്റാൻഡ് ഇട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ഓഫ് ആവും എന്നുള്ളതാണ്. അപ്പം അതും ഒരു നൈസ് സംഭവം. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് TVSൻ്റെ റൈഡർ എന്ന് പറയുന്ന മോഡൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തോന്നിയ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും. ഒരിക്കൽ കൂടി പറയാം, മൈലേജിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക്, ഒരു കമ്പ്യൂട്ടർ ബൈക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അത് കുറച്ചുകൂടി സ്പോർട്ടി ലുക്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഭയങ്കര ക്വാളിറ്റി റൈഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് കമ്പ്യൂട്ടർ ബൈക്കിൽ നല്ലൊരു ക്വാളിറ്റി റൈഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് റൈഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡീലർഷിപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, TVSൻ്റെ ഡീലർഷിപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.